ഹേ ഗായ്സ് ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലത്തെ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കറിയിലോട്ട് നേരെ പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓയിലിട്ടാണ്ടോ ഞാൻ ചിക്കൻ കറി ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്മൾ പാനിൽ ചൂടായിരിക്കുകയായിരുന്നു. അപ്പോൾ ഉരുളിയിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു. അതിൽ നമ്മൾ ഈ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മുടെ സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സവാളയും പച്ചമുളകും ആണ് ഞാൻ ഇടുന്നത്. ഒരു 4 സവാളയാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ ആവണ്ട. അതിന് മുമ്പ് തന്നെ നമ്മുടെ തക്കാളി 1.5 തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വീഡിയോ സ്ലോ മോഷനിലായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല, കുറച്ച് സ്ലോ ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ചടപ്പിക്കാണ്ട് നമുക്ക് സ്പീഡിനായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സവാള ലൈറ്റ് ബ്രൗൺ ആണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ആ ഒരു കുത്തു മണം മാറുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 1.5 തക്കാളിയാണ് ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞ് ഇതൊരു ഏകദേശം ബ്രൗൺ ആകുമ്പോഴേക്കും ഉപ്പ് ഞാനിപ്പോൾ ഇതൊന്ന് വഴറ്റാൻ വേണ്ടിയുള്ള ഒരു ഉപ്പാണ് ഞാൻ ഇട്ടത്. പിന്നെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പാകത്തിനായില്ലെങ്കിൽ നമുക്ക് അവസാന സമയം ഇടാം. പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഞാനൊരു അളവ് പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ചിലർക്ക് മുളക് ഇട്ട് നല്ല എരിവുള്ള കറി വേണം, ചിലർക്ക് എരിവ് ലൈറ്റായിട്ട് മതി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്കത് ഇടാം. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു കടായിൽ ഞാൻ ഇച്ചിരി ഒരു ഫുള്ള് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 2 കിലോ അങ്ങനെയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി സവാള അതൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ആ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇടാം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അതാണ് ഇടുന്നത്. പിന്നെ നമുക്ക് കുറേ ബ്രാൻഡുകളുണ്ട്, പക്ഷേ എന്തായാലും ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതുമാണ് ഞാനിതിലേക്ക് ഇടുന്നത്. അത് നമ്മുടെ ആവശ്യത്തിന് ഇടാം. ഞാനൊരു അളവെന്ന് പറയുന്നില്ല ഇതിൽ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കഴുകി വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് തിളക്കുന്ന കണ്ടോ. വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആവണോ ഇല്ലെന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ പറ്റുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് തരണം കേട്ടോ. ഇത് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.